പുതു തുടക്കം തുടക്കം. ഉയർത്താം കൈവളകൾ കിലുങ്ങും കരങ്ങൾ, സമസുന്ദര സ്വപ്നം നമുക്കായി ഇനി ഈ വഴിയെങ്ങും വിടത്താം വളർത്താം. നാളത്തെ ലോകത്തിൻ ദൂതികളെ, മാറുന്ന കാലത്തിൻ തോഴികളെ, നാം ഒന്നിച്ചാൽ എന്നും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ. കുളിപ്പൂവൻ തിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം പുതു തുടക്കം. നമസ്കാരം. വെള്ളിയാങ്കല്ലിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ജനിക്കുന്നതിന് മുൻപ് നമ്മുടെ ആത്മാവുകൾ അവിടെയായിരുന്നു. വെള്ളിയിൽ തീർത്ത ആ പാറ ജനിമൃതികൾക്കിടയിലെ വിശ്രമസ്ഥലമാണ്. അനാദിയായി പരന്നുകിടക്കുന്ന സമുദ്രത്തിൽ അങ്ങു ദൂരെ ഒരു വലിയ കണ്ണുനീർത്തുള്ളി പോലെ വെള്ളിയാങ്കല്ല് കാണാമായിരുന്നു. അവിടെ അപ്പോഴും ആത്മാവുകൾ തുമ്പികളെ പോലെ പാറി നടക്കുന്നുണ്ടായിരുന്നു. ആത്മാവുകൾ തുമ്പികളായി പാറി നടക്കുന്ന വെള്ളിയാങ്കല്ലിനെ കുറിച്ച് നമ്മോട് പറഞ്ഞത് മയ്യിഴിയുടെ കഥാകാരൻ എം മുകുന്ദനാണ്. കാലവും ദേശവും ചരിത്രവും മനുഷ്യരെയും അത്രമേൽ ആവിഷ്കരിക്കുന്ന മയ്യിഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ മയ്യിഴിയുടെ ചരിത്ര പുസ്തകം തന്നെയാണ്. പൊടിപ്പും തൊങ്ങലുമില്ലാതെ ഞങ്ങളും പങ്കുവയ്ക്കുന്നത് കാലത്തെയും ദേശത്തെയും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ അതിജീവനത്തിന്റെ കഥകളെയുമാണ്. സ്വാഗതം. ദൂരദർശനും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയിലേക്ക്. കേരളത്തിന്റെ നെല്ലറയായ പാലക്കാട്. പാലക്കാട് ജില്ലയിൽ നെല്ലുൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് ആലത്തൂർ. വീഴ്മലയുടെ താഴ്വാരത്ത് ഗായത്രി പുഴയുടെ തീരത്തുള്ള കാർഷിക ഭൂമി. സ്വാഗതം ചെയ്യാം പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ നിന്നെത്തിയ കുടുംബശ്രീ പ്രവർത്തകരെ ഈ റിയാലിറ്റി ഷോയുടെ വേദിയിലേക്ക്. ആലത്തൂർ CDS മൊത്തം ADS 16, അയൽക്കൂട്ടം 216, BPL അംഗങ്ങൾ 2495, APL അംഗങ്ങൾ 469, SC അംഗങ്ങൾ 611, ST അംഗങ്ങൾ ഇല്ല. ആലത്തൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കുടുംബശ്രീയുടെ വനിതാ സാരഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് രാധ, NREGSന്റെ കൺവീനറാണ്, CDS മെമ്പറാണ്. എൻ്റെ പേര് സുനിത ബാലകൃഷ്ണൻ, വൈസ് ചെയർപേഴ്സണാണ് CDSന്റെ. എൻ്റെ പേര് അംബിക, കുടുംബശ്രീയുടെ CDS ചെയർപേഴ്സണാണ്. എൻ്റെ പേര് രമ, സംഘകൃഷി കൺവീനറാണ്. ഞാൻ രമേശ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ഇന്നത്തെ വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ. കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഇന്ദു PS. സാമൂഹ്യ പ്രവർത്തകയും സഖി സ്ത്രീ സംഘടനയുടെ സ്ഥാപക ഡയറക്ടറുമായ ശ്രീമതി ഏലിയാമ്മ വിജയൻ. ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാനും നാടൻപാട്ട് കലാകാരനുമായ ശ്രീ CJ കുട്ടപ്പൻ. വ്യത്യസ്തമായ പദ്ധതികളുമായി എത്തിയ ആലത്തൂരിന്റെ വിശേഷങ്ങൾ അറിയാൻ ചർച്ചയിലേക്ക്. ആലത്തൂർ താലൂക്കിലെ ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് അല്ലേ? അവിടുത്തെ കുടുംബശ്രീ കൂട്ടായ്മയ്ക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പിന്നെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ സംഘകൃഷി നടത്തുന്നുണ്ട്. 64 സംഘകൃഷി ഗ്രൂപ്പുകളാണുള്ളത്. 336.5 ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ നന്മ ഖരമലിന്യ പ്ലാന്റ് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നൊരു കുടുംബശ്രീയുടെ കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ്. ആട് വളർത്തൽ, ആട് ഗ്രാമ പദ്ധതി. ആലത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 2ാം വാർഡ് പറക്കുന്നം SC
വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതുകൊണ്ട് അവിടെ ആട് ഗ്രാമമായിട്ട് അറിയപ്പെടുന്നു. പിന്നെ മറ്റ് കുറേ തനതായിട്ടുള്ള സംരംഭങ്ങളുണ്ട്. ക്യാൻറ്റീൻ ഉണ്ട്, ടെക്സ്റ്റൈൽ ഉണ്ട്, ടൈലറിംഗ് ഉണ്ട്, അല്ലേ? സോപ്പ് നിർമ്മാണം, അതെ, കൊണ്ടാട്ടം, കേബിൾ വർക്ക്, വിറക്, അതുപോലെ ആക്രി കച്ചവടം. ആക്രി കച്ചവടം ഉണ്ടോ? അതിന് ഒരു യൂണിറ്റ് ഉണ്ട്. അത് കൊള്ളാം, നല്ലതാണ്. അത് ശരി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നന്മ ഖരമാലിന്യ യൂണിറ്റ്, ആ ഡോക്യുമെന്ററി കണ്ടിട്ട് ചർച്ച തുടരാം. ഖരമാലിന്യങ്ങൾ സംസ്കരിച്ച് വളമാക്കി മാറ്റി വിപണനം നടത്തുന്ന ഒരു യൂണിറ്റ് ആലത്തൂരിലുണ്ട്. നമുക്കിതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. നേരം വെളുത്തതേയുള്ളൂ. ആലത്തൂർ അങ്ങാടിയിൽ തിരക്ക് ആരംഭിച്ചിട്ടില്ല. ആലത്തൂർ പഞ്ചായത്തിന്റെ ട്രാക്ടറിൽ വന്നിറങ്ങിയ 4 സ്ത്രീകൾ നഗരം വൃത്തിയാക്കാൻ തുടങ്ങി. മാലിന്യങ്ങൾ ശേഖരിച്ച് ട്രാക്ടറിൽ നിറച്ചു. ഇവരുടെ ട്രാക്ടർ എത്തിച്ചേരുന്നത് ഒരു പ്ലാന്റിലേക്കാണ്, നന്മ ഖരമാലിന്യ പ്ലാന്റിലേക്ക്. ഖരമാലിന്യങ്ങൾ ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിച്ച് ജൈവവളമാക്കി മാറ്റുന്ന യൂണിറ്റാണ് നന്മ. പ്രീജ, ബീന, ജനനി, രേണുക, ബിന്ദു തുടങ്ങിയവരാണ് ഈ സംരംഭത്തിന്റെ പ്രവർത്തകർ. ഖരമാലിന്യം ജൈവവളമാക്കി മാറ്റുന്നതിന് കാലിവളം ആവശ്യമാണ്. ഇതിനായി വലിയ തുക ചെലവഴിക്കേണ്ടി വരുന്നതിനാൽ പശുക്കളെ വാങ്ങി വളർത്തി കാലിവളം കണ്ടെത്തി. പശു വളർത്തൽ ശ്രമകരമായതിനാൽ ഇപ്പോൾ പോത്തുകളെയാണ് വളർത്തുന്നത്. ഇത്തരത്തിൽ 4 പോത്തുകൾ ഇവിടെയുണ്ട്. 2009-2010 കാലത്താണ് കുടുംബശ്രീ ഖരമാലിന്യ യൂണിറ്റ് ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. പദ്ധതിയിൽ അംഗമാകാനുള്ള വനിതകളെ കണ്ടെത്തുന്നതിന് അയൽക്കൂട്ട തലത്തിൽ അപേക്ഷ ക്ഷണിക്കുകയും തയ്യാറായി വന്ന 10 വനിതകളെ പരിശീലനം നൽകി പദ്ധതിയുടെ ഭാഗമാക്കുകയും ചെയ്തു. ഞങ്ങൾ ഈ വർക്കിന് ഇറങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ ഒരുപാട് കളിയാക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ടൗണിലെല്ലാം പോയി വേസ്റ്റ് എടുക്കുമ്പോൾ കുപ്പകൾ എന്താണ് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ള, ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഒരു അവസ്ഥയിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതിൽ നിന്നും എല്ലാം അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ നല്ല സ്റ്റേജിൽ തന്നെ ഇവിടെ വരുന്നതും പോണതും എല്ലാം നല്ല സ്റ്റേജിൽ തന്നെ വരലും പോകലും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നാട്ടുകാർക്കടക്കം ഇതിൽ ആരും വരാതിരുന്നാണ്, ഒരുപാട് ആൾക്കാർ ഇതിലൊന്നിനും വരാതിരുന്നാണ്. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ എല്ലാവരും വരണം എന്നുള്ളൊരു അഭിപ്രായം എല്ലാവർക്കും. ഖരമാലിന്യം സംസ്കരിക്കുന്നതിനൊപ്പം ജൈവവളം നിർമ്മിച്ച് വിൽപ്പന നടത്തുകയും ചെയ്യുന്ന യൂണിറ്റാണിത്. മാലിന്യം സംസ്കരിക്കുന്നതിനും ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നതിനും അംഗങ്ങൾ മുണ്ടൂർ IRTCയിൽ വച്ച് പരിശീലനം നേടുകയുണ്ടായി. ഖരമാലിന്യ പ്ലാന്റും മെഷീനുകളും സ്ഥാപിച്ചതും ഇതിനായുള്ള മറ്റ് ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കിയതും ആലത്തൂർ പഞ്ചായത്താണ്. 1 ഏക്കറിലധികം സ്ഥലത്ത് ആസൂത്രിതമായാണ് ഖരമാലിന്യ പ്ലാന്റ് ഒരുക്കിയിട്ടുള്ളത്. തുടക്കം മുതൽ 150 രൂപയാണ് ഇവർക്ക് ദിവസക്കൂലിയായി നൽകിപ്പോരുന്നത്. 2015 ഏപ്രിൽ മുതൽ 200 രൂപയായി വർദ്ധിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട്. മുമ്പ് വല്ലപ്പോഴും ലഭിക്കുന്ന കൂലിപ്പണിയെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞിരുന്നവരാണ് ഇതിലെ ഓരോ സ്ത്രീകളും. ഇന്ന് സ്ഥിര വരുമാനം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണവർ. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ആലത്തൂർ ഒരു മാതൃകയാണ്. ആലത്തൂരിനെ ഒരു മാതൃകയാക്കണമെന്ന് നിയമസഭാ സബ് കമ്മിറ്റിയിൽ പരാമർശം ഉണ്ടായിട്ടുണ്ട്. ചെയർപേഴ്സൺ പറയൂ, ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനുള്ള സാഹചര്യം? പഞ്ചായത്തിന്റെ പദ്ധതിയിൽ വെച്ചിട്ടാണോ വേറെ ഏതെങ്കിലും പദ്ധതിയിലാണോ?
പഞ്ചായത്തിന്റെ പദ്ധതിയാണ് ഇത്. നിർമ്മൽ പുരസ്കാരം കിട്ടിയ 25 ലക്ഷം രൂപ കൊണ്ട് വാങ്ങിച്ച സ്ഥലമാണ്. അത് കുടുംബശ്രീക്കാർക്കൊരു മുതൽക്കൂട്ടാവട്ടെ എന്നുള്ളതിൽ പ്രകാരം കുടുംബശ്രീ അംഗങ്ങൾ ആരും തന്നെ ഇതിന് മുൻപ് നമ്മൾ ആളുകളെ ക്ഷണിച്ചപ്പോഴൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 10 പേര്, പിന്നെയാണ് 10 പേര് വന്നത്. ഇവർക്ക് മുണ്ടൂർ IRTCയിൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഈ 2012 ഖരമാലിന്യ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. 3 വർഷമായല്ലോ. അതെ, ആരംഭിച്ചത്. അപ്പോഴേക്ക് ഇവര് കുപ്പയെടുക്കാനൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഈ വേസ്റ്റ് എടുക്കാൻ വരുന്ന ആളുകൾ പറഞ്ഞിട്ട് ആ ഭാഗത്തൊന്നും നടക്കുകയില്ലായിരുന്നു. ആലത്തൂരിന്റെ കാട്ടുശ്ശേരി എന്ന ഭാഗത്താണ് ഈ ഖരമാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ആ പരിസരത്ത് ഉള്ളവർക്ക് ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും പ്രയാസമായിരുന്നു. ഇത് തുടങ്ങുമ്പോൾ എല്ലാ ആളുകളും പരിഹസിച്ചിട്ടുണ്ടായിരുന്നു, ഇത് നേരെ കൊണ്ടുപോകുമോ എന്നുള്ളൊരിതിൽ. പക്ഷെ ഇവർ മുന്നോട്ട് വന്ന് ഇപ്പോൾ എല്ലാ വേസ്റ്റുകളും, ആലത്തൂർ എന്ന് പറയുന്നത് മുമ്പൊന്നും തൃശ്ശൂർക്കോ തിരുവനന്തപുരത്തേക്കോ ഒക്കെ വരുമ്പോൾ ആളുകൾ പറയും ഇത് ആലത്തൂർ എത്തി എന്ന് പറയണ്ടായിരുന്നു. ഇപ്പൊ ആലത്തൂർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഗ്രാമപഞ്ചായത്താണ്. എന്താ വെച്ചാൽ മാലിന്യ സംസ്കരണം നമ്മൾ നല്ല രീതിയിൽ നടത്തി പോകുന്നുണ്ട്. ഇവർക്ക് മുമ്പൊന്നും പണിയെടുക്കുന്ന സമയത്ത് കൂലിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവർക്ക് 150 രൂപയാണ് മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ സ്റ്റാർട്ടിങ് കഴിഞ്ഞ ഒരു 3 മാസം വരെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവർക്ക് 200 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ കുടുംബശ്രീയിൽ നിന്നും ലോൺ കൊടുത്തു ആദ്യം പശുക്കളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പശുക്കളെ കാലാവസ്ഥ ചേരാത്തതുകൊണ്ട് അതിനെല്ലാം കൊടുത്തിട്ട് പോത്തുകൾ വാങ്ങിച്ചു. 4 പോത്തിന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഖരമാലിന്യ ജൈവവളം ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും വളം ആവശ്യമാണ്. അപ്പൊ ആ വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോത്തുകളെ വാങ്ങിച്ചത്. അപ്പൊ ഈ വളം കിട്ടുന്നതുകൊണ്ട് നമുക്ക് ജൈവവളം ഉണ്ടാക്കാൻ ഒരു എളുപ്പമാണ്. അതുപോലെ തന്നെ സംഘകൃഷിക്കാരന്റെ കൃഷി ചെയ്യുന്ന വൈക്കോലാണ് ഈ പശുക്കൾക്കും ഈ പോത്തുകൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഇവര് നല്ല രീതിയിൽ ഇപ്പൊ കുടുംബശ്രീക്കാർ എന്തായാലും നല്ലൊരു വരുമാന മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. കളക്ട് ചെയ്യുന്ന ജൈവ വേസ്റ്റ് മാലിന്യങ്ങൾ മുഴുവൻ ഖരമാലിന്യമായിട്ട് മാറ്റുന്നു. അല്ല, എന്താ പറയാ, ജൈവവളം. പക്ഷെ അത് ഖരരൂപത്തിൽ അല്ലെങ്കിൽ പൊടിയായിട്ട്, ഡ്രൈ ആയിട്ട്, ഉണക്കപ്പൊടിയാണ് അത് അല്ലേ ഈ വളമായിട്ട് വരുന്നത്. അത് മെഷീനിൽ ഉണക്കാണോ അതോ പുറത്തിട്ട് ഉണക്കാണോ? മെഷീനിലല്ല ഉണക്കുന്നത്, പുറത്ത് പറഞ്ഞാൽ പ്ലാന്റിന്റെ അകത്ത് വെട്ടി ഓരോ കൊണ്ടുവന്ന ആ ജൈവവും അജൈവവും വേർതിരിക്കും. എന്നിട്ട് പൊടിക്കാൻ പറ്റുന്നതും ഈ ആലത്തൂർ ടൗണിലുള്ള കടകളിൽ നിന്നാണ് ഈ മുഴുവൻ സെലക്ട് ചെയ്യുന്നത്, ഈ വേസ്റ്റ് മുഴുവൻ കൊണ്ടുവരുന്നത്. അപ്പൊ അത് അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് പൊടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഈ പൊടിക്കുന്നത് ജൈവ മാലിന്യങ്ങൾ മുഴുവനും ഉണക്കിയിട്ട് 60 ദിവസം വരെ ഇവരത് മിക്സ് ചെയ്ത് വെക്കണം. വളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ച് 60 ദിവസം കഴിയുമ്പോഴേ ഇത് പാകപ്പെടുത്തി വളമായി മാറുള്ളൂ. പേര് പ്രീജ. ഞാൻ ഖരമാലിന്യ പ്ലാന്റിൽ ജോലി ചെയ്യുന്നു. ആ പരിസരത്ത് വേസ്റ്റ് കൊണ്ടിട്ടിട്ട് അവിടെ ഒരാളും ആ പരിസരത്തൂടെ നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു മുമ്പ്. ഇപ്പോ അതെല്ലാം മാറി ഇപ്പോൾ ഒരു നല്ല രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനെങ്ങനെയാണ് നടത്തിപ്പ്? കമ്മിറ്റിയാണോ? ഞങ്ങളെ കുടുംബശ്രീ യൂണിറ്റ് ആണ്. ഈ നിങ്ങൾ 10 പേരടങ്ങുന്ന ഒരു ടീമാണ് ഇത് നടത്തിപ്പ്? അതെ. ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, ഇതിന് മെഷീനറിക്കൊക്കെ വേണ്ട മെയിന്റനൻസ്, അവിടെയുള്ള വൃത്തിയാക്കല്, മറ്റു കാര്യങ്ങള് പറയൂ. പഞ്ചായത്ത് ഞങ്ങൾക്ക് മെഷീൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഒരു മാസം എത്ര രൂപയ്ക്കുള്ള വളം വിൽക്കാൻ പറ്റും എന്നറിയാം? ഒരു മാസം 1325 കിലോ വളം തുടക്കത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് വർദ്ധിപ്പിച്ചു. അത് ശരി. 5 രൂപയല്ലേ 1 കിലോന്? 5000 6500 രൂപയെ കിട്ടുള്ളൂ. അത് ഇപ്പോ 200 ടണ്ണോളം ഞങ്ങൾക്ക് വേസ്റ്റുകൾ ഞങ്ങൾ ഇപ്പൊ കിട്ടുന്നുണ്ട്. 200 ടണ്ണോളം കിട്ടും. 200 ടൺ ഒരു മാസം? ഒരു വർഷത്തിൽ 200 ടൺ. വീടുകളിൽ നിന്നും ഉണ്ട്. ഈ ടൗണിന്റെ പരിധിയിലുള്ള വീടുകളിൽ നിന്നും. ഒരു വീട്ടിന് മാസം എന്ത് തരണം? ഒരു വീട്ടിന് മാസം എന്ത് തരണം അങ്ങോട്ട്? ഒരു 30 രൂപ വെച്ചിട്ട്. 30 രൂപ വളരെ കുറച്ചായി. ദിവസം 1 രൂപ. 30 രൂപ പറഞ്ഞാല് എന്താ 3 ചായ അല്ലേ? തുടക്കം അങ്ങനെയായിരുന്നു. 4 വർഷമായപ്പോ ഒരു 50 രൂപയിലേക്ക് മാറ്റി. കടകളിൽ 50 രൂപയും, കടകളിൽ 150 രൂപയും, വീടുകളിൽ 50 രൂപയും, ഹോട്ടലുകളിൽ 200 രൂപയായി. അത് ഇപ്പോ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്തില് ഇത് വലിയ പ്രശ്നമായിരുന്നു. നമ്മുടെ നാട്ടില് മാലിന്യം കൊണ്ട് തള്ളുന്ന, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ NHന്റെ സൈഡില് എല്ലാ ആളുകളും ഒന്ന് മാലിന്യം തള്ളി പോവാണ്. തൃശ്ശൂർ ഈ റൂട്ടില് യാത്ര ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം.
ഈ പ്രദേശത്ത് മാലിന്യം എത്തുമ്പോൾ തന്നെ സ്മെല്ലടിച്ച് ഭയങ്കര രീതിയിൽ ഒരു വലിയ പ്രശ്നമായി നിൽക്കുകയാണ്. അപ്പോൾ ജൈവവളം ഉൽപ്പാദിപ്പിച്ച് 2 വർഷമായി അത് വിറ്റുവരികയാണ്. അതിനുവേണ്ട സഹായങ്ങൾ പഞ്ചായത്ത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ വരവും ചെലവും അതൊക്കുന്നില്ല. 13,000 രൂപയിൽ താഴെ 10,000 പഞ്ചായത്ത് അതിനൊരു ഇത് കൊടുത്തൂടെ? പഞ്ചായത്ത് തന്നെയാണ് കൊടുക്കുന്നത്. പഞ്ചായത്ത് ഓൺ ഫണ്ടിൽ നിന്ന് ഇവർക്ക് ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 200 രൂപ ഒരു ദിവസം ഇവർക്ക് ശമ്പളം പഞ്ചായത്തിൽ നിന്നാണ് കൊടുക്കുന്നത് അല്ലേ? അത് ഇവരുടെ വരവ് എത്രയാണെങ്കിലും അതൊരു നിശ്ചിത തുക കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് ജോലി ചെയ്യേണ്ടത്? കാലത്ത് 9 മണി മുതൽ 5 മണി വരെയാണ്. വൈകുന്നേരം വരെ ജോലി ചെയ്യണം. തൊഴിലുറപ്പ് പദ്ധതിയിൽ കൊടുക്കുന്ന വേതനമെങ്കിലും കൊടുക്കാനുള്ള ബാധ്യസ്ഥത തിരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിനില്ലേ? തീർച്ചയായിട്ടും അത് പരിഗണിക്കാവുന്നതാണ്. ഇതിന്റെ തുടക്കം എന്നുള്ളതായിരിക്കും പഞ്ചായത്ത് ഇത് എങ്ങനെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് വലിയ ആശങ്കയും പ്രശ്നങ്ങളും നിലനിന്നിരുന്നു. ഇത് എല്ലാവരും കൂട്ടായ്മയോടുകൂടി പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥ തലത്തിലും കൂട്ടായ്മയോടുകൂടി ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് വേതനം പോലും കൊടുക്കാനുള്ള ഉത്തരവ് കിട്ടിയില്ല. അത് സ്പെഷ്യലായിട്ട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് അതിനുള്ള അധികാരമില്ലേ? ഓൺ ഫണ്ടിൽ നിന്ന് ചെലവാക്കുന്നതിൽ പരിമിതിയുണ്ട് എന്നതാണ്. എന്താ പരിമിതി? അതിൽ ഇത്തരം കാര്യങ്ങൾ സാറ് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. ഓൺ ഫണ്ടിൽ നിന്ന് ചെലവാക്കാനുള്ള പ്രയോറിറ്റി മുൻഗണന നിശ്ചയിക്കുമ്പോൾ ഏറ്റവും പ്രാഥമികമായത് ശുചിത്വമാണ്. അതിനാണല്ലോ നിങ്ങൾ ടാക്സ് പിരിക്കേണ്ടത്. തനത് വരുമാനം പിരിച്ചെടുക്കണം. അതില് ഓൺ ഫണ്ടിൽ നിന്നാണ് പൈസ കൊടുക്കുന്നത്. അതെ, അത് സ്പെഷ്യൽ ഓർഡറോട് കൂടിയിട്ടാണ്. 3 വർഷത്തെ ഈ നടപ്പ് കൊണ്ട് എങ്ങനെ ഇത് ഇനി മുന്നോട്ട് പോകാനുള്ള? തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. ഞങ്ങൾ ഇതിനെ ഒരു മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റണം എന്ന ഒരു ഇതോടെ ഒരു ഒറ്റക്കെട്ടായ ഒരു മനസ്സോടെ ഒരുമയോടെ ഞങ്ങളിത് ചെയ്യും എന്നൊരു ആത്മവിശ്വാസം കൂടി ഞങ്ങൾക്കുണ്ട്. സംഘകൃഷി നെൽകൃഷിയുടെ നാടാണ് ആലത്തൂർ. ആലത്തൂരിലെ CDS പ്രവർത്തകർ നടത്തിവരുന്ന കൃഷിക്കാഴ്ചകൾ കാണാം. ഗ്രൂപ്പുകളിലായി 300 വനിതകൾ. ആലത്തൂരിൽ നടത്തുന്ന കാർഷിക മുന്നേറ്റത്തിന്റെ കഥയാണ് ആലത്തൂർ CDS സംഘകൃഷിയിലൂടെ പങ്കുവയ്ക്കുന്നത്. 336.5 ഏക്കർ സ്ഥലത്ത് ഇവർ കൃഷി ചെയ്യുന്നു. കൃഷിയിലൂടെ ഉയർന്ന വരുമാനം നേടി മികച്ച ജീവിതം നയിക്കുന്നു ഈ വീട്ടമ്മമാർ. പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കുടുംബശ്രീ വിവിധ പരിശീലനങ്ങൾ നൽകി. രമ, മാധവി എന്നീ വനിതാ കർഷകർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലെ ഫാമുകളിൽ വെച്ച് പരിശീലനം നേടുകയുണ്ടായി. കൃഷിയിറക്കുന്ന സമയത്ത് കർഷകർക്ക് വിദഗ്ധ കാർഷിക നിർദ്ദേശങ്ങൾ നൽകും. കൃഷിഭവനുമായി ചേർന്ന് സൗജന്യമായി വിത്തും സബ്സിഡി നിരക്കിൽ വളവും നൽകി. 2014 32 ഗ്രൂപ്പുകൾക്ക് 4% പലിശ നിരക്കിൽ 59 ലക്ഷം രൂപ വായ്പയായി നൽകി. കുടുംബശ്രീയിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. കുടുംബശ്രീയാണ് ഇങ്ങനെയൊരു, അതായത് പണ്ട് പാട്ടകൃഷി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കുടുംബശ്രീ. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾക്ക് കുടുംബശ്രീയാണ് മനസ്സിലാക്കി തന്നത്. നെൽകൃഷി 324.5 ഏക്കറിലും, ഇഞ്ചി 2 ഏക്കറിലും, മരച്ചീനി 1 ഏക്കറിലും, പച്ചക്കറി 3 ഏക്കറിലും, വാഴ 2 ഏക്കറിലും, കൂർക്ക 3.5 ഏക്കറിലും ഇവിടെ കൃഷി ചെയ്യുന്നു. ഇവിടെയുള്ള FFCയിൽ വനിതാ കർഷകരെ സഹായിക്കുന്നതിനായി 50,000 രൂപയുടെ കാർഷിക യന്ത്രങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. 5 മാസ്റ്റർ കർഷകർ സേവന സന്നദ്ധരായി വനിതാ കർഷകർക്കൊപ്പം നിൽക്കുന്നു. SC വിഭാഗത്തിൽപ്പെട്ട 11 വനിതകൾ അംഗങ്ങളായുള്ള സംഘകൃഷി ഗ്രൂപ്പുകൾ ഇവിടെയുണ്ട്. SC ഗ്രൂപ്പിന് MKSPയുടെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിൽ നിന്നും 5.5 ലക്ഷം രൂപയുടെ 11 പവർ ടില്ലറുകൾ നൽകുകയുണ്ടായി. തരിച്ചുകിടന്ന 12.5 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്ത് നെൽകൃഷി ചെയ്യുകയാണ് രമയും കൂട്ടുകാരികളും. ഇരിപ്പൂ കൃഷിയാണ് ഇവരുടേത്. 2ാം വാർഡിലെ രൂപശ്രീ ഗ്രൂപ്പിലെ 5 വനിതകൾ 6 ഏക്കറിൽ നെൽകൃഷി ചെയ്യുന്നു. 2 ലക്ഷം രൂപ വായ്പയെടുത്ത് കൃഷി ചെയ്യുന്ന ഈ ഗ്രൂപ്പിന് 36,000 രൂപ ഉൽപാദന ബോണസായും വിസ്തൃതി ബോണസായും ലഭിച്ചിട്ടുണ്ട്.
ജീവിത സായാഹ്നത്തിൽ കൃഷിയിലൂടെ ആനന്ദവും വരുമാനവും കണ്ടെത്തുന്ന ഒരു കൂട്ടം അമ്മുമ്മമാരും ഇവിടെയുണ്ട്. പുലരി അമ്മുമ്മമാരുടെ സംഘകൃഷി ഗ്രൂപ്പാണ്. ഈ വാർദ്ധക്യകാലത്തും മണ്ണിൽ പണിയെടുത്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുകയാണ് ഈ അമ്മുമ്മ കർഷകർ. 8 കൊല്ലമായി കുടുംബശ്രീയിൽ ഞങ്ങൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. അന്ന് ഞങ്ങൾക്ക് ഒരു വഴിയും ഉണ്ടായിരുന്നില്ല, ആരും ഞങ്ങൾക്ക് സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ CDs ആയിരുന്നു ഞങ്ങൾക്ക് സപ്പോർട്ടും, പഞ്ചായത്തിൽ ഒരു ഉറപ്പ് തരാനും എല്ലാം കൊണ്ട് നടത്താനും എല്ലാ കാര്യത്തിനും ഞങ്ങൾക്ക് പിന്നെ ലേഡീസാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ സംഘകൃഷി കഥകൾ ഇവിടെ തീരുന്നില്ല. നമുക്കിനി അവരുടെ ബാക്കി കഥകൾ കേൾക്കാം. പ്രധാന കൃഷികളോ? പ്രധാന കൃഷി പറയുന്നത് നെല്ലാണ്. ഞങ്ങളുടെ പാലക്കാട് നെല്ലറ കൂടിയാണ്. പിന്നെ കൂടുതൽ പച്ചക്കറികളും മറ്റുള്ളതും വയ്ക്കാൻ വെള്ളത്തിന്റെ ഒരു പ്രശ്നം ഞങ്ങളുടെ അവിടെ വേനൽക്കാലത്തൊക്കെ വെള്ളത്തിന്റെ ഒരു പ്രശ്നം നല്ലോണം നേരിടുന്നതാണ്. പൈപ്പ് വെള്ളമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കുറേ പച്ചക്കറി ചെയ്യുന്നതിന്, വേനൽ കൃഷിയൊക്കെ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണ്. നെല്ലാണ് നമ്മുടെ പ്രധാന വിള. 320 ഏക്കറിൽ നെൽകൃഷിയാണ് ചെയ്യുന്നത്. പിന്നെ വാഴ ചെയ്യുന്നുണ്ട്, മരച്ചീനി, കൂർക്ക, ചേമ്പ്, ചേന, അങ്ങനെ പല വിളകളും ചെയ്യുന്നുണ്ട്. പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചാൽ എങ്ങനെ വിറ്റഴിക്കുന്നത് ഇപ്പോൾ അതൊരു വലിയ, ഞങ്ങൾക്ക് ഈ പാട്ടത്തിന് എടുക്കുന്നത് കൊണ്ട് സപ്ലൈകോയിലൊന്നും കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഈ JLG ഗ്രൂപ്പുകാർക്ക് സാധിക്കില്ല. കാരണം കൊടുത്താൽ തന്നെ ഞങ്ങൾ കൃഷി ഇറക്കുന്നത് തന്നെ ലോൺ എടുത്തിട്ടാണ്. അപ്പോൾ സപ്ലൈകോയിലേക്ക് കൊടുക്കുമ്പോൾ നെല്ലിന്റെ വില 19 കിട്ടുമെങ്കിലും മാസങ്ങളിൽ ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും. മാർക്കറ്റിൽ കൊടുക്കും. എന്ത് വിലയ്ക്ക് കൊടുക്കും? ഞങ്ങൾക്ക് ജ്യോതി നെല്ലൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 17 രൂപ കിട്ടും കിലോയ്ക്ക്. ഉമ്മയോ മറ്റേ കാഞ്ചന അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ, നല്ല നെല്ലാണെങ്കിൽ 16-16.5 രൂപയൊക്കെ കിട്ടും. നെൽകൃഷി ലാഭകരമാണോ? നെൽകൃഷി ലാഭം തന്നെയാണ്, അനുഭവത്തിലൂടെ പറയാം. ഒരു ഏക്കറിന് എന്ത് കിട്ടും നെല്ല്? ഒരു ഏക്കറിന് എത്ര നെല്ല് കിട്ടും? ഒരു ഏക്കറിന് ഒരു 1750 കിലോ എനിക്ക് മുകളിലൊക്കെ 1750 കിലോ നെല്ല് കിട്ടും. ഉമ്മയൊക്കെയാണ് ഇട്ടെന്ന് പറഞ്ഞാൽ 2100 കിലോ നെല്ല് കിട്ടും. നെല്ലാണെങ്കിൽ 2000 അധികം കിട്ടും. ഉമയാണെങ്കിൽ 2 ടൺ എന്ന് പറഞ്ഞാൽ ഒരു ഹെക്ടറിന് 5 ടൺ. അത് പാലക്കാട് ആവറേജ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഏക്കറിന് അരിയാക്കി വിൽക്കാൻ പറ്റില്ല. അരിയാക്കി വിൽക്കുന്ന ഒരു യൂണിറ്റും ഉണ്ട്. അവില് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഗ്രൂപ്പുകാർ ഈ ഓണം സീസണിൽ നമ്മുടെ ഓണച്ചന്തയുമായി ബന്ധപ്പെട്ട് അവിലിടിച്ച് കൊടുക്കും. നല്ല പച്ചരി ഉണ്ടാക്കിയിട്ട് കൊടുക്കും. പിന്നെ ചെറിയ 2 ഏക്കർ 3 ഏക്കർ ചെയ്യുന്ന ഗ്രൂപ്പുകാരൊക്കെ ഈ 10 അംഗങ്ങളുണ്ടാവും. അവരുടെ കുടുംബങ്ങളിലേക്ക് തന്നെ അരിയാക്കിയിട്ട് അവരുടെ സ്വന്തം ആവശ്യത്തിനും അവരുടെ ബന്ധുക്കൾക്കും ഒരുവിധം. ഒരു ഏക്കറിന് 2000 കിലോ പറഞ്ഞ 2 ടണ്ണായി. 2 സീസൺ കിട്ടുമല്ലോ സാർ. 2 സീസൺ ഉണ്ടല്ലോ, 2 ക്രോപ്പ് അല്ലേ. അപ്പൊ 4000 ടണ്ണായി. 4000 കിലോ ആയി. 4000 കിലോനായില്ലേ. അപ്പൊ നല്ല ലാഭമല്ലേ? നല്ല ലാഭമാണ് എന്നാണ് ഞങ്ങൾക്ക് അതിൽ അനുഭവത്തിലൂടെ നമുക്ക് പറയാനായിട്ട്. ജൈവവളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചാണകം കിട്ടാൻ പ്രയാസമായതുകൊണ്ട് മിക്ക അവിടെയും ചെയ്യുന്നത് ഈ ചെമ്മരിയാട് വരുമല്ലോ വേനൽക്കാലങ്ങളിൽ, അതിന് അവിടെ പട്ടിയിടും. അപ്പൊ അത് നല്ലൊരു വളമാണ്. നമ്മൾക്ക് രാസവളം ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിൽ നിന്നിട്ട് ആ ഇട്ട കണ്ടത്ത് നല്ല വിളവ് കിട്ടും. അവിടെ ഒരു JLG അംഗം വന്നിട്ടുണ്ടല്ലോ അല്ലേ? നേരത്തെ കൃഷി ചെയ്തിരുന്നോ? നേരത്തെ ഞങ്ങള് പാടത്ത് പിന്നെ ഉടമസ്ഥന്മാർക്കൊക്കെ ഞങ്ങള് കൂലി പണിക്ക് പോയതാണ്. അതുകൊണ്ടുള്ള പരിചയത്തിന് കൃഷിയുടെ കാര്യങ്ങളൊക്കെ അറിയാം. എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് കുടുംബശ്രീ പോയി ഇവരിന്റെ അടുത്താണ്, ഇവര് പാട്ടത്തിനടുത്ത് അവിടെ നിന്നാണ് ഞങ്ങൾക്ക് തന്നത്. ഇവര് തന്നതാണ് ഞങ്ങളും. അവരും എല്ലാവരും ഇതിപ്പോ പഞ്ചായത്ത് മോശമാണോ പറഞ്ഞാലും സഹായിക്കുന്ന പഞ്ചായത്തില് ഇവരൊക്കെ തന്നെയാണ്. അമ്മയ്ക്ക് എത്ര വയസ്സായി? എനിക്കൊക്കെ വയസ്സ് 70ഓളം ആകണം. 70ഓളം അത്രേ ആയുള്ളൂ. വയസ്സായി. കുടുംബശ്രീ വന്ന ശേഷം ഇപ്പൊ കൃഷി അല്ലാതെ തന്നെ മറ്റെന്താണ് ഒരു അനുഭവം? അനുഭവം പറഞ്ഞാൽ ഞങ്ങള് കൃഷിപ്പണിക്ക് തന്നെ നേരത്തെയും പോയത്. ഇത് കിട്ടുന്നവര് ഞങ്ങള് കൃഷിപ്പണിക്ക് തന്നെയായിരുന്നു പോയത്. കുടുംബശ്രീ ആയിട്ടും കുറെ ബന്ധപ്പെട്ടു. പിന്നെ തൊഴിലുറപ്പിന് മറ്റു വല്ല പ്രവർത്തനങ്ങൾക്കോ പരിപാടികൾക്കോ പോവാറുണ്ടോ?
വേറെ ഈ പണി പാടത്തെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തിനെങ്കിലൊക്കെ പോകും. അമ്മ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ നാട്ടിൽ എന്ത് മാറ്റാണ് ഉണ്ടായത്? മുൻപ് സ്ത്രീകൾ ഇതുപോലെയൊക്കെ വരാറുണ്ടായിരുന്നു? അയ്യോ, ഞങ്ങളൊന്നും ഒരു നേരിട്ടിപ്പോ ഞങ്ങളുടെ അടുത്ത് തന്നെ സംസാരിക്കാൻ ഞങ്ങൾക്ക് പറ്റാത്തതായിരുന്നല്ലോ. ഒരാളിനെ കണ്ടാൽ ഞങ്ങള് സംസാരിക്കില്ല, അങ്ങനെ മുഖം നാത്തി നടന്നതല്ലാണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാനേ പറ്റാത്ത തരമാണ്, പേടിയണമെന്ന്. പിന്നെ വെളിയിൽ തന്നെ ഇറങ്ങിയത് കുടുംബശ്രീന്റെ കാരണത്തിൽ തന്നെയാണ് ഞങ്ങൾ. ഓ, ജോലിക്ക് പോകും. ജോലിക്ക് പോയാലും ഉടമസ്ഥനോട് ഞങ്ങള് നേരെ വർത്തമാനം പറയാനൊന്നും അവര് മുതലാളിമാരൊന്നും ഞങ്ങളുടെ അടുത്തൊന്നും സംസാരിക്കേ അവരുടെ അടുത്തൊന്നും പറയേ ഒന്നിനും ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. കിട്ടുന്ന കൂലി വാങ്ങിച്ചു, കിട്ടുന്ന കൂലി അവരെന്താ തരുന്നത് അത് മേടിച്ചിട്ട് വരികയാണ്. അത് അതെന്താ അത്ര തന്ന്, ഞങ്ങൾ ഇത്ര ചെയ്തില്ലേ, അതെന്താ അത്ര തന്നെന്ന് ചോദിച്ചാൽ പിന്നെ പിറ്റേ ദിവസം അവര് അവള് പണിക്ക് വേണ്ടെന്നല്ലേ പറയുക. അങ്ങനെ ഞങ്ങള് പറയുമ്പോ അത് കൊണ്ടുവന്നിട്ട് വേണം ഞങ്ങൾക്ക് കഴിയണമെങ്കിലും. മുതലാളിയും തൊഴിലാളിയും നമ്മൾ തന്നെയാണ്. ഇപ്പോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ അവരിനോട് മറുപടി പറയേണ്ട ഒരു സമയം ഞങ്ങൾക്ക്. കൃഷി അല്ലാതെ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ മക്കളും നമ്മളുടെ ഈ യൂണിറ്റിലുള്ള മറ്റംഗങ്ങളും എല്ലാം ഉണ്ട്. പൊതുവില് പറഞ്ഞാ ഇപ്പൊ നമ്മള് ഒരു അയൽവക്കത്താണ്, ഒരാളിനോട് വിളിക്കുകയോ പറയുകയോ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ അവര് വലിയ ആൾക്കാരായി, നമ്മളുടെ കഞ്ഞി കുടിച്ചവരിപ്പോ അവര് വലിയ ആൾക്കാരായി എന്നുള്ളൊരു പക്ഷത്തിലൊരു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പറയൂ അവര്. ഞങ്ങളിപ്പോ നേരെ നമ്മള് അന്ന് തുണി കൊടുക്കാനും ഇല്ല, കഞ്ഞി കുടിക്കാനും ഇല്ല, അവരുടെ കീഴിൽ നിന്ന കാരണം അവര് എന്ത് പറഞ്ഞാലും ഞങ്ങക്ക് ചെയ്യാൻ പോണ്ട ഗതികേടുമാണ്, ഞങ്ങക്ക് പോകാണ്ടിരിക്കാനും പറ്റില്ല. അങ്ങനെ ആയപ്പോ അവർക്ക് കുഴപ്പമില്ല. ഇപ്പൊ ഞങ്ങൾ അവര് വിളിച്ചാവൊന്നും പോണില്ല. അപ്പൊ അവര് പറയാ ഞങ്ങക്ക് പണിക്കാരനെ കിട്ടണില്ല, അവരൊക്കെ വലിയ വലിയ ആൾക്കാരായില്ലേ, ഞങ്ങളുടെ അവിടെ കഴിഞ്ഞതല്ലേ എന്നൊക്കെയാണ് ഇപ്പൊ അവര് പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് അടുത്തതിൽ പോവാം. അതും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കാർഷിക മേഖലയായിട്ട്. കന്നുകാലി വളർത്തൽ. ആലത്തൂരിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയായ ആടുഗ്രാമത്തിന്റെ വിശേഷങ്ങളാണ് ഇനി ഞങ്ങൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. പഞ്ചായത്തിലെ നിർധനരായ വനിതകൾക്ക് സ്വന്തമായൊരു തൊഴിലും വരുമാനവും ഉറപ്പാക്കിയ ആലത്തൂർ കുടുംബശ്രീയുടെ പദ്ധതിയാണ് കന്നുകാലി വളർത്തൽ. പഞ്ചായത്തിലെ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് പദ്ധതി പ്രഥമ പരിഗണന നൽകി. ഇതിന്റെ ഭാഗമായി SC വിഭാഗത്തിൽപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന പറക്കുന്നം 2-ാം വാർഡ് ക്ഷീരഗ്രാമമായും ആടുഗ്രാമമായും തെരഞ്ഞെടുത്തു. 2012 ആലത്തൂരിൽ ആടുഗ്രാമം പദ്ധതി ആരംഭിക്കുന്നത്. പറക്കുന്നം 2-ാം വാർഡിൽ 3 SC ഗ്രൂപ്പുകളാണ് ആടുവളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ധനശ്രീ, വിജയശ്രീ, ശ്രീലക്ഷ്മി എന്നീ 3 ഗ്രൂപ്പുകളിലായി 30 SC വനിതകളാണ് ഉള്ളത്. 3 ഗ്രൂപ്പിനുമായി 6 ലക്ഷം രൂപ വായ്പയും ഇതിൽ 3 ലക്ഷം സബ്സിഡിയും നൽകി. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇവർ ലോൺ മുഴുവനായും അടച്ചു തീർത്തു. 3 വർഷം കൊണ്ട് അടയ്ക്കേണ്ട ലോൺ 1.5 വർഷം കൊണ്ടാണ് ഇവർ അടച്ചു തീർത്തത്. ശ്രീലക്ഷ്മി ആടുവളർത്തൽ യൂണിറ്റിൽ 10 അംഗങ്ങളാണ് ഉള്ളത്. ശാന്തകുമാരി, സുനിത, അനിത, ഗീത തുടങ്ങിയ 10 വനിതകളും മുൻപ് വീട്ടിൽ വെറുതെ ഇരിക്കുകയോ വല്ലപ്പോഴും കൂലിപ്പണിക്ക് പോവുകയോ ചെയ്തിരുന്നവർ മാത്രമാണ്. പറക്കുന്നം 2-ാം വാർഡിൽ 3 ഗ്രൂപ്പുകളാണ് ക്ഷീരഗ്രാമം പദ്ധതിയിൽ ഉള്ളത്. ഗോകുലം, നന്ദിനി, കീർത്തി. ഗോകുലം ഗ്രൂപ്പിന് മൊത്തം 11 പശുക്കളാണ് ഉള്ളത്. ഗ്രൂപ്പായിട്ടാണ് ഇവർ പശുക്കളെ വളർത്തുന്നത്. ഗ്രൂപ്പ് അംഗങ്ങളായ ആശ, മഞ്ജു എന്നിവരുടെ വീടുകളിൽ നിർമ്മിച്ച തൊഴുത്തിലാണ് പശുക്കളെ വളർത്തുന്നത്. 50,000 രൂപ സബ്സിഡി നൽകിക്കൊണ്ട് ഗ്രൂപ്പിന് 2.5 ലക്ഷം രൂപ വായ്പ നൽകി. പഞ്ചായത്തിലെ ക്ഷീരഗ്രാമം പദ്ധതിയിൽ മൊത്തം 13 ഗ്രൂപ്പുകളിലായി 125 വനിതകൾ പദ്ധതിയിലുണ്ട്. ഇതിൽ 15 പേർ SC വനിതകളാണ്. ഇപ്പോൾ 329 പശുക്കൾ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലുണ്ട്. ലിറ്റർ പാലിന് ഞങ്ങൾക്ക് 40 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. കാലത്ത് 20 ലിറ്റർ പാലോളം ഞങ്ങൾ അളക്കുന്നുണ്ട്. ഇവിടുത്തെ അടുത്ത അയൽവാസികൾക്കും പിന്നെ ഞങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾക്കും എല്ലാവർക്കുമായി ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ തൈരായി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വെണ്ണ, നെയ്യ് അങ്ങനെയൊക്കെ എടുത്ത് ഞങ്ങൾ അതും കച്ചവടമുണ്ട്. ഈ കുടുംബശ്രീയിൽ ചേർന്നത് കാരണം ഞങ്ങൾക്ക് നല്ല മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്.
കന്നുകാലി വളർത്തലിന്റെ പറയൂ, ആരാണ്? കുടുംബശ്രീയുടെ കീഴിൽ 9 ഗ്രൂപ്പാണ് ആട് വളർത്തലിൻ്റെ ഇതായിട്ടുള്ളത്. അതിൽ തനതായിട്ട് 3 ഗ്രൂപ്പ്, SCന്റെ മാത്രമായിട്ടുള്ള 3 ഗ്രൂപ്പിൽ 30 വനിതകൾ അടങ്ങിയതാണ്. അപ്പം ഞാൻ 2ാം വാർഡിൽ നിന്ന് വരുന്ന ആളാണ്. 2ാം വാർഡ് എന്ന് വെച്ചാൽ SCക്കാർ ഏറ്റവും കൂടുതൽ തിങ്ങുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് 2 ലക്ഷം രൂപ, ഒരു ഗ്രൂപ്പിന് 2 ലക്ഷം രൂപ എന്ന ഇനത്തിലാണ് തന്നത്. ഞങ്ങൾക്ക് അതിനുള്ള ട്രെയിനിങ് എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും വിഷമം തോന്നിയൊരു കാരണം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആട് വളർത്തൽ ഞങ്ങൾ സിമ്പിൾ പോലെ വളർത്തും. കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രദേശം ഞങ്ങളുടെ അങ്ങനത്തെയാണ്. ഞങ്ങൾക്ക് അതിന് വേണ്ടി ഒരു തീറ്റയ്ക്കൊന്നും അലയേണ്ട പ്രദേശമല്ല. ഞങ്ങൾ പറഞ്ഞ നാട്ടും പുറത്തുള്ള ആളുകളാണ്. ഞങ്ങൾക്ക് ഏറ്റവും വിഷമം തോന്നിയത് പറഞ്ഞാൽ ലോണ് ഞങ്ങൾക്ക് പാസ്സായി കിടന്നു. പക്ഷെ ഞങ്ങളെ ബാങ്കുകാർ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? SCക്കാരായതുകൊണ്ട് തിരിച്ചടവ് കൃത്യമായി അടയ്ക്കില്ല എന്നൊരു കാരണമുണ്ട്. പിന്നെ CDSും അക്കൗണ്ടന്റും നല്ല ഇടപെടലിന്റെ അവരുടേതായ ഒരു ഇതിനാണ് ഞങ്ങൾക്ക് ബാങ്ക് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് തന്നെയാണ് ലോൺ തന്നത്. പക്ഷെ ഞങ്ങൾക്ക് അപ്പോൾ ഒരു വാശിയായി, ഞങ്ങൾക്ക് ലോൺ തരാണ്ട് 3 വർഷത്തെ ലോണാണല്ലോ, എന്തായാലും ഞങ്ങൾക്ക് അത് അടച്ചു തരുമ്പോൾ ഞങ്ങൾ 1.5 വർഷം വേഗം അടച്ചു തീർക്കാൻ പറ്റി. ഇപ്പൊ ഞങ്ങളോട് മറ്റുള്ള ബാങ്കുകാർ നിങ്ങൾക്ക് ഇപ്പൊ ലിങ്കേജ് മറ്റുള്ള ബാങ്കിൽ നിന്ന് ഇപ്പൊ ലോൺ വേണ്ട നിങ്ങൾ കൃത്യമായി അടയ്ക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ശരി, നിങ്ങൾക്ക് വാശിയായി. ഞങ്ങൾക്ക് വാശിയുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോ ലോണൊക്കെ ഞങ്ങളിപ്പോ എടുത്തിട്ടുണ്ട്, എല്ലാം കൃത്യമായി അടച്ചു തരുന്നത്. പശുക്കളുടെ കാര്യം 13 ഗ്രൂപ്പാണ് നമ്മുടെ പഞ്ചായത്തില് പശു വളർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുടുംബശ്രീയിലുള്ളത്. എത്ര പേരുണ്ട് ഈ 13? അതിൽ 125 അംഗങ്ങളാണ് ഈ 13 ഗ്രൂപ്പുകളിലായിട്ട് നമുക്ക് ഉള്ളത്. അവർക്ക് എല്ലാവർക്കും 50% സബ്സിഡിയോടുകൂടി ലോൺ കൊടുത്തിട്ടാണ് ഈ ഗ്രൂപ്പുകൾ. എല്ലാ ഗ്രൂപ്പുകാരുടെയും കൃത്യമായ അടവുകൾ കഴിഞ്ഞു. അവർക്ക് സ്ഥിരമായിട്ട് ഇപ്പോൾ 1 ലിറ്റർ പാലിനൊക്കെ നമുക്ക് 40 രൂപ കിട്ടും. എത്ര കിട്ടും പാല് ഒരു പശുവിന്? ഒരു പശുവിനെ ഇപ്പോൾ നമ്മൾ വളർത്തുന്ന പാലക്കാട് ചൂട് കൂടുതലാണ്. അതുകൊണ്ട് സങ്കരയിനം പശുക്കളെയൊന്നും ഒരുപാട് നല്ല പശുക്കളെയൊന്നും നമുക്ക് വളർത്താൻ പറ്റില്ല. എന്നിരുന്നാലും 8 ലിറ്റർ പാല് 9 ലിറ്റർ പാല് വരെ കറക്കുന്ന പശുക്കളാണ് നമ്മുടെ തൊഴുത്തിലുള്ളത്. അപ്പോൾ കാലത്ത് 8 ലിറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് എന്താണെങ്കിലും ഒരു 4-4.5 കിട്ടുള്ളൂ. അപ്പോൾ ഒരു പശുവിൽ നിന്ന് 12 ലിറ്റർ പാല് ഒരു 6 മാസം കാലയളവ് വരെ കിട്ടും. അപ്പോൾ 2 പശുക്കളാണ് നമ്മൾ ഇവർക്ക് ലോണ് കൊടുത്തത്. അപ്പോൾ ഒരു സ്ഥിരമായ ഒരു വരുമാനം നമുക്ക് അതിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ തന്നെ പഞ്ചായത്തിൽ കുടുംബശ്രീ അംഗങ്ങൾക്ക് ക്ഷീരഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 50 കുടുംബങ്ങൾക്ക് 2 പശുക്കളെ വെച്ചിട്ട് വിതരണം ചെയ്തിട്ടുണ്ട്. ഈ 125 അംഗങ്ങളെ കൂടാതെ 50 കുടുംബശ്രീ അംഗങ്ങൾക്കും കൂടെ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നിട്ട് നമുക്ക് സബ്സിഡിയോട് കൂടിയിട്ട് നമുക്ക്. ആകെ എത്ര പശുക്കൾ കൊടുത്തിട്ടുണ്ടെന്ന് നല്ല കണക്കുണ്ടോ? അതായത് 13 ഗ്രൂപ്പ് 125 ആൾക്കും 2 പശു പറയുമ്പോൾ 250 350 പശുക്കളെ നമുക്ക് വിതരണം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പാലുണ്ടാവുമല്ലോ അവിടെ? പാലുണ്ടാവും. ഇപ്പൊ നമ്മളുടെ കൂടുതലും നമ്മൾക്ക് അവിടെ പാല് പ്രദേശങ്ങളിൽ വിറ്റാലും സൊസൈറ്റിയിൽ ഒഴിക്കാനടക്കം നമുക്ക് ബാലൻസ് പാലുണ്ട്. പിന്നെ ഈ ആട് ഗ്രാമം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് പശുവും പാലും ഉപയോഗിക്കുന്നില്ല, പാക്കറ്റ് പാലും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. ആട്ടിൻ പാലാണ് ആ പ്രദേശത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്ക് നമ്മളെക്കാളൊക്കെ കൂടുതൽ കരുത്തുണ്ട്. അത് സത്യം തന്നെയാണ്. കാരണം അവർ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഈ പാലിന്റെ ഒരു ഗുണമാണോന്ന് അറിയില്ല. ഞാൻ എപ്പോഴും സുനിതയോട് പറയും, എന്നെക്കാളും എനർജി നിനക്കാണ്. അപ്പൊ ആടിന്റെ പിന്നാലെ ചേച്ചിയും ഓട്. ആലത്തൂരിലേക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ എല്ലാ സ്ഥാപനങ്ങളിലും ഡെയിലി വേജസിനൊക്കെ ആളുകളെ വേണ്ടിവരും. അവർ മുഴുവനും നമ്മൾ കുടുംബശ്രീയിലെ അംഗങ്ങളെ പ്രാധാന്യത്തോട് കൂടിയിട്ട് തന്നെ കാണുക. അപ്പൊ ആരെങ്കിലും അവിടെ ആർക്ക് ജോലി വേണമെങ്കിലും ഇപ്പോൾ അവിടെ ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ ഏതൊരു സംരംഭം പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ആദ്യം തന്നെ പ്രിഫറൻസ് കൊടുക്കുന്ന കുടുംബശ്രീ. അതെ, പ്ലേസ്മെന്റിന് ഞങ്ങൾക്കിപ്പോ ഇപ്പൊ ഗവൺമെന്റ് സ്ഥാപനത്തിൽ തന്നെ RTO അതുപോലെ തന്നെ മിനി സിവിൽ സ്റ്റേഷൻ വന്നുകൊണ്ട് ആ മിനി സിവിൽ സ്റ്റേഷനിലെ സ്വീപ്പർ പോസ്റ്റും പ്യൂൺ പോസ്റ്റിലേക്കൊക്കെ ഇപ്പോൾ താൽക്കാലിക ജീവനക്കാരെ വേണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം കത്തുകൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ പഞ്ചായത്തിൽ തന്നെ ഹോമിയോ ഡിസ്പെൻസ് അതുപോലെ ഒരു 100-ൽ കൂടുതൽ ആളുകൾക്ക് നമുക്ക് പ്രൈവറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഗവൺമെന്റ് ലെവലിൽ അക്കൗണ്ടന്റായിട്ട് നിയമിച്ചിരിക്കുന്നത് പഞ്ചായത്താണോ CDS ആണോ? CDS ആണ്. അപ്പൊ നിങ്ങളുടെ ശമ്പളം ആരാ തരുന്നത്? ജില്ലാ മിഷൻ തന്നെയാണ് ഞങ്ങൾക്ക്. ജില്ലാ മിഷനാണ് അതെ തരുന്നത്. ശരി. എന്താണ് ക്വാളിഫിക്കേഷൻ? ഞാൻ M.Com കഴിഞ്ഞതാണ്. M.Com കഴിഞ്ഞു. അതെ. എന്നിട്ട് M.Com കഴിഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ കുടുംബശ്രീ അക്കൗണ്ടന്റ് ആയിട്ട് 6 വർഷമായി. ശരി. അതുപോലെ തന്നെ കുടുംബശ്രീയിൽ തന്നെ ഇതിനു മുമ്പ് കാസ് ഓഡിറ്റ് ടീമിൽ നിന്നിട്ടുണ്ട്.
കുടുംബശ്രീയുടെ RP ആയിട്ടും DRP ആയിട്ടും നിന്നിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബശ്രീയെ കുറിച്ച് അതിനോട് താല്പര്യം കൂടുതലാണ്. വേറെ ജോലി ഇതിനേക്കാളും സാലറി കിട്ടിയിട്ടും ഒന്ന് പോവാനായിട്ടും സാധിക്കുന്നില്ല. പോയിട്ടില്ല എന്നല്ല, സാധിക്കുന്നില്ല. തീർച്ചയായും അങ്ങനെ പറയാം. സുനിത ചേച്ചി പറഞ്ഞ പോലെ ഒരുപാട് ബാങ്കുകളിൽ ലോണിന് വേണ്ടിയിട്ടും മറ്റൊക്കെ ഇടപെടാൻ നന്നായി സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ സുന്ദരേച്ചി ഇപ്പൊ പറഞ്ഞു അത് അവർക്ക് ലോൺ കൊടുക്കാതിരിക്കാനുള്ള കാരണം അവർ നിലവിലെ ആധാരങ്ങളും മറ്റൊക്കെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണയം വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അവർക്ക് ചില കാരണങ്ങൾ കൊണ്ട് അത് റെഗുലറായിട്ട് റീപേയ്മെന്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ അവർക്ക് പേടിയായിരുന്നു. പിന്നെ അവസാനം ഞങ്ങൾ പോയിട്ട് ഇതിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തതിന് മേലെയാണ് അവർക്ക് സബ്സിഡി വന്നു കിടക്കുന്നുണ്ട്. പകുതി പൈസ അടയ്ക്കേണ്ടുള്ളൂ. അതൊന്നും അവർ എത്ര കൺവീൻ ചെയ്തിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചെയർപേഴ്സൺ, മറ്റു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? സാമൂഹ്യ ആശ്രയ ബാലസഭ. അപ്പൊ നമ്മുടെ പഞ്ചായത്തില് 84 ബാലസഭയാണുള്ളത്. 84 ബാലസഭ. അതില് 978 കുട്ടികളുണ്ട്. 978 കുട്ടികളിലെ SC കുട്ടികളാണ്. 378 കുട്ടികളും SC ആണ്. SC കുട്ടികൾ ഉൾപ്പെട്ടുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ സംസ്ഥാനതല വാർഷികം പാലക്കാട് ജില്ലയ്ക്ക് ബാലസഭയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ബാല പാർലമെന്റ് നടത്താൻ വേണ്ടിയിട്ട് ആലത്തൂർ പഞ്ചായത്തിലെ പ്രണവിനായിരുന്നു പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട്, പാർലമെന്റിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് പ്രണവ്. അപ്പൊ കുടുംബശ്രീക്കാരുടെ നല്ലതായ പ്രവർത്തനം കൊണ്ട് ബാലസഭ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. ഞങ്ങളുടെ ബാലസഭയിൽ വെക്കേഷനിലാണ് കൂടുതൽ പരിപാടികളൊക്കെ നടത്താറുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് മരം നട്ടുപിടിപ്പിക്കൽ, പ്രകൃതി പഠനം, അതുപോലെ തന്നെ കുട്ടികൾക്ക് വോളിബോൾ പരിശീലനം, പിന്നെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് മുത്തശ്ശിക്കൂട്ടം, അതുപോലെ തന്നെ കരാട്ടെ പരിശീലനം. ബാലസഭയിലെ കുട്ടികൾ തന്നെ ശിങ്കാരിമേളം, ചെണ്ടമേളം എന്നിവ നടത്തി വരാറുണ്ട്. മുത്തശ്ശിക്കൂട്ടത്തെ പറയൂ. മുത്തശ്ശിക്കൂട്ടം എന്ന് പറഞ്ഞത് പണ്ടത്തെ തലമുറയും ഈ ന്യൂജൻ ആയിട്ടുള്ള അവരുടെ ആ ജീവിത രീതികൾ ന്യൂജൻ കുട്ടികൾക്ക് പങ്കുവയ്ക്കുക. എങ്ങനെയാ പങ്കുവയ്ക്കണം? അതായത് അവരുടെ ജീവിത സാഹചര്യം എങ്ങനെയൊക്കെയാണ് ജീവിച്ചത്. ഇപ്പോൾ കുട്ടികൾക്ക് ആ കഷ്ടപ്പാടുകളും അമ്മമാരെ രക്ഷിതാക്കൾ കഷ്ടപ്പാടുകൾ അറിയിപ്പിച്ചിട്ടല്ലേ വളർത്തുന്നത്, അത് മറച്ചു വെച്ചിട്ടാണ്. പക്ഷേ പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നില്ല. കഷ്ടപ്പാടുകളിൽ നിന്ന് മക്കളെ വളർത്തി വലുതാക്കിയ രക്ഷിതാക്കളുടെ അനുഭവങ്ങൾ ഏറെ വ്യത്യസ്തമായിരുന്നു. അതവര് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതെ. പ്രണവ് ബാലപാർലമെന്റിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അല്ലേ? എന്താണ് ചെയ്തത് വിദ്യാഭ്യാസ മന്ത്രി? അതായത് ശരിക്കും നടക്കുന്ന പാർലമെന്റിൽ അതേപോലെ കുട്ടികൾ മന്ത്രിമാരൊക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ മനസ്സിലാക്കി. എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ചോ മന്ത്രി? അതെ. ഇന്നത്തെ കുട്ടികൾ നേരിടുന്ന വിദ്യാഭ്യാസത്തിനുള്ള അവഗണന, അത് ഈ സ്കൂളുകളിൽ ടോയ്ലറ്റിന്റെ പ്രശ്നങ്ങൾ, അതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മദ്യനിരോധന ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ജെൻഡർ കോർണർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജെൻഡർ കോർണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീയും കുട്ടികളുടെയും അതിക്രമങ്ങൾ അത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരാതി സെല്ലിന്റെ അതാണ് ജെൻഡർ കോർണർ. ഞങ്ങളുടെ പഞ്ചായത്തിലെ അത് നിറക്കൂട്ടെന്നാണ് അതിന്റെ പേര്. അതിൽ കുറേ പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു. അത് കുടുംബശ്രീയും ഏറ്റെടുത്ത് അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കുകൾ അങ്ങനെയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് സാർ അത് വന്നിട്ടുണ്ടായിരുന്നത്. അത് കുടുംബശ്രീ ഏറ്റെടുത്ത് അത് അവര് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്ഥിരമായി മദ്യപിച്ച് വരുന്ന ഒരാളായിരുന്നു. അപ്പൊ ഇയാള് എന്നും ഭാര്യനെ തല്ലലാണ്. അപ്പൊ ഇവള് എന്റെ അടുത്ത് പരാതി കൊണ്ട് വരും, ഇങ്ങനെ തല്ലണോ. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞ, നിന്നെ എന്തായാലും തല്ലുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ തമാശക്ക് പറഞ്ഞു, ഇനി എന്തെങ്കിലും നമുക്ക് പഞ്ചായത്തേക്ക് പോകുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ നമ്മൾ സ്ത്രീകൾ നമ്മൾ പ്രതികരിക്കും, നമ്മൾ കുടുംബശ്രീകൾ നമുക്ക് ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, നമ്മൾ പ്രതികരിക്കാണ്ടിരുന്ന വീണ്ടും ചിലപ്പോൾ തല്ലിന്ന് വരും. ഇവിടെ മണ്ണെണ്ണ ഒഴിക്കുക, തല്ലി അല്ലെങ്കിൽ അങ്ങോട്ട് ഓടി വരിക. അപ്പൊ നമ്മളെന്ന് കാണാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ദിവസം നീ ഭർത്താവണം നോക്കിയില്ല, എത്ര നമ്മളും തല്ലോളും. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒന്ന് കൊടുത്തു നോക്കുന്നു. പറഞ്ഞത് ശരിയാണ്. തല്ലി അവള് അയാളിട്ട് നല്ല അടി അടിച്ചു. ഇപ്പൊ കഴിച്ചിട്ട് വന്നാലും മിണ്ടാതെ ഇരിക്കും, ഒറ്റ പ്രശ്നമില്ല. അല്ല, ഇപ്പൊ പഴയ പോലെ ഇല്ല. കുടുംബശ്രീ വന്നതിന് ശേഷം ആൾക്കാർ മദ്യപാനം കുറയ്ക്കാൻ തുടങ്ങി, ഒന്നാമത്തെ കാര്യം. അപ്പം ഇപ്പൊ മദ്യം വഴി വെച്ച് കഴിക്കില്ല,
വനിതാ കുടുംബശ്രീ അംഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രദേശം അങ്ങോട്ട് വരികയില്ല. നിങ്ങളെ പേടിച്ചിട്ടാണ് എല്ലാവരും എല്ലാ കുടുംബശ്രീ അംഗങ്ങൾ എവിടെയുണ്ടോ നിങ്ങൾ മുമ്പിൽ കാണാൻ കഴിക്കില്ല. അല്ല, കുടുംബശ്രീ അംഗങ്ങൾ എവിടെയുണ്ടോ അവിടെ കുറച്ച് കഴിക്കും, എന്നാലും അതിനൊരു മറവ് കാണും അവര് മദ്യപാനം വിൽക്കുന്നവര്. അത് പൂർണ്ണമായി മാറ്റാൻ പറ്റിയിട്ടില്ല. പൂർണ്ണമായി മാറ്റണം. ചെയർപേഴ്സൺ എങ്ങനെയാണ് കുടുംബശ്രീയിൽ വന്നത്? ഇപ്പോഴും ഞാൻ കൂട്ടുകുടുംബത്തിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. വിവാഹം കണ്ടിട്ട് 19 വർഷമായി. കൂട്ടുകുടുംബമാണ്, ഇനിയും മാറിയിട്ടില്ല. ഭർത്താവിന്റെ അമ്മ, ചേച്ചി, പിന്നെ ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. ഭർത്താവ് വർക്ക്ഷോപ്പാണ്, അനിയനും വർക്ക്ഷോപ്പാണ്. എത്ര വരെ പഠിച്ചു? ഞാൻ 10ാം ക്ലാസ് പാസ്സായി. അത് തുല്യത എഴുതിയിട്ടാ പാസ്സായത്. അതുകൂടെ പറയാം, തുല്യത പരീക്ഷ എഴുതിയിട്ടായിരുന്നു പാസ്സായത്. വലിയൊരു കാര്യമല്ലേ അത്? ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. തുല്യത എഴുതിയപ്പോ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സോടെ ഞാൻ തുല്യത പരീക്ഷയിൽ പാസ്സായത്. കൂട്ടുകുടുംബത്തിലാണ്. ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല, സന്തോഷമുള്ള കുടുംബമാണ്. കാരണം അനിയനുമായിട്ടും വർക്ക്ഷോപ്പാണ്. ഒരു വർക്ക്ഷോപ്പ് സപ്പോർട്ടുണ്ടോ? ഭർത്താവിന്റെ നല്ല സപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഇവിടെ വരാൻ സാധിക്കും സാർ നമുക്ക്. ഭർത്താവിന്റെ സപ്പോർട്ടാണ് എനിക്ക് എല്ലാ സപ്പോർട്ടും. അല്ല, ഭർത്താവ് എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. ഒന്നിനും ഒരു തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പൊ ഇങ്ങനെ അങ്ങനെ ഒരു തടസ്സം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടായിട്ടില്ല. എന്താ വെച്ചാ കുഴപ്പമില്ലാതെ തോന്നുന്നു. ആലത്തൂരാലിന്മേല് 5-8 ചക്കയുണ്ട്, ആലത്തൂരാലിന്മേല് 5-8 ചക്കയുണ്ട്, നുണയല്ലൻ കുഞ്ഞിക്കോരോ ഞാൻ പോയി കണ്ടതാണ്, നുണയല്ലൻ കുഞ്ഞിക്കോരോ ഞാൻ പോയി കണ്ടതാണ്. ആലത്തൂരാലിന്മേല് 5-8 ചക്കയുണ്ട്, ആലത്തൂരാലിന്മേല് 5-8 ചക്കയുണ്ട്, നുണയല്ലൻ കുഞ്ഞിക്കോരോ ഞാൻ പോയി കണ്ടതാണ്, നുണയല്ലൻ കുഞ്ഞിക്കോരോ ഞാൻ പോയി കണ്ടതാണ്. മുന്നാഴി വെള്ളത്തില് 3 ആന മുങ്ങിച്ചത്തു, മുന്നാഴി വെള്ളത്തില് 3 ആന മുങ്ങിച്ചത്ത്, നുണയല്ലൻ കുഞ്ഞിക്കൊങ്കിയെ ഞാൻ പോയി കണ്ടതാണ്, നുണയല്ലൻ കുഞ്ഞിക്കൊങ്കിയെ ഞാൻ പോയി കണ്ടതാണ്. കുറുന്തോട്ടിക്കൊമ്പും മേല് 3 ആള് തൂങ്ങിച്ചത്ത്, കുറുന്തോട്ടിക്കൊമ്പും മേല് 3 ആള് തൂങ്ങിച്ചത്ത്, നുണയല്ലൻ കുഞ്ഞിക്കോരോ ഞാൻ പോയി കണ്ടതാണ്, നുണയല്ലൻ കുഞ്ഞിക്കോരോ ഞാൻ പോയി കണ്ടതാണ്. ആലത്തൂരാലിന്മേല് 5-8 ചക്കയുണ്ട്, ആലത്തൂരാലിന്മേല് 5-8 ചക്കയുണ്ട്, നുണയല്ലൻ കുഞ്ഞിക്കൊങ്കി ഞാൻ പോയി കണ്ടതാണ്, നുണയല്ലൻ കുഞ്ഞിക്കൊങ്കി ഞാൻ പോയി കണ്ടതാണ്. ആലത്തൂർ CDSന്റെ പ്രവർത്തനങ്ങളൊക്കെ ജഡ്ജസ് വിശദമായി കേട്ടു. വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് മാർക്ക് അറിയാനുള്ള സമയമാണ്. നമുക്ക് മാർക്ക് ചോദിച്ചു നോക്കാം. ആദ്യം കണ്ണമാശയോട് ചോദിക്കാം. മാർക്ക് പറയുന്നതിന് മുമ്പ് 1-2 നിരീക്ഷണങ്ങൾ. അതായത് നിങ്ങൾ പഞ്ചായത്തിൻ്റെ തയ്യാറെടുപ്പോടുകൂടെ നടത്തിയിട്ടുള്ള ഈ ഖരമാലിന്യ പദ്ധതി നല്ലൊരു പദ്ധതിയാണ്. പല പഞ്ചായത്തുകൾക്കും അനുകരിക്കാവുന്ന ഒരു പദ്ധതിയാണ്. അതേ സമയത്ത് തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഇത് പഞ്ചായത്തിൻ്റെ ഇഷ്ടത്തിന് എപ്പോഴെങ്കിലും ചെയ്യാവുന്ന ഒരു പദ്ധതിയല്ല. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള ചുമതലകളിൽ പ്രധാനമായ ഒന്നാണ് ശുചിത്വം. അതിന് മുൻഗണന കൊടുത്ത് തനതായ ഫണ്ടിൽ നിന്ന്, അതിനാണല്ലോ നമ്മുടെ ഇന്നൊക്കെ ടാക്സ് പിരിക്കേണ്ടത്. ഇപ്പോൾ പൗരന്മാരായിട്ടുള്ള നമ്മളും ടാക്സ് കൊടുക്കണം, എന്നാലേ നമുക്ക് വൃത്തിയുള്ള സ്ഥലങ്ങളുണ്ടാവൂ എന്നും കൂടി ആലോചിക്കണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാമെങ്കിൽ ഇത് നല്ലൊരു മാതൃകയായിട്ട് മാറും. അപ്പോൾ അവർക്ക് അവരുടെ ജോലിക്കനുസരിച്ചുള്ള വേതനവും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കാൻ സാധിക്കും. മറ്റേത് ജോലി ചെയ്യുന്നത് പോലെ തന്നെ അത്രയും അന്തസ്സായിട്ട് ചെയ്യാനും സാധിക്കും. എനിക്കുള്ള ഒരു വ്യക്തിപരമായ അഭിപ്രായം ഒരു യൂണിഫോമിനെ കുറിച്ച് ആലോചിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഈ മാക്സിയോ അല്ലെങ്കിൽ സാരിയോ കൊടുത്ത് ചെയ്യേണ്ട ഒരു ജോലിയല്ല ഇത്. മാത്രമല്ല, മറ്റു പല തെങ്ങിക്കയറ്റത്തിൻ്റെ ജോലി ആയാലും ശരി, ജോലി ചെയ്യുമ്പോൾ ജോലിക്ക് അനുസൃതമായ യൂണിഫോം ഇടുന്നതിൽ യാതൊരു തെറ്റുമില്ല.
സ്ത്രീ പുരുഷ ഭേദം എന്നീ ആ ഒരു മാറ്റം കൂടി നമ്മുടെ മനസ്സിലും ഇരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത് സംഘകൃഷി നന്നായി ചെയ്യുന്നുണ്ട്. ആലത്തൂർ കൃഷി നന്നായി നടത്തുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ അതിലും കൂടുതൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ആലത്തൂരിൽ 5 ടണ്ണാണ് ഒരു ഹെക്ടറിന്, അല്ലെങ്കിൽ 2 ടണ്ണാണ് ഒരു ഏക്കറിന് കിട്ടുന്നതെങ്കിലും നമ്മളെമാരുള്ള മറ്റു രാജ്യങ്ങളിൽ തായ്ലൻഡിലോ ഒക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഇരട്ടിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ അതേ കാലാവസ്ഥയാണ്, മഴയും വെയിലും ഒക്കെ. അപ്പോൾ ആധുനികമായിട്ടുള്ള രീതിയിൽ കുറേ കൂടെ നല്ല മെച്ചപ്പെട്ട നടിയിൽ വെള്ളത്തിൻ്റെ നിലനിർത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എത്ര വെള്ളം വേണം എത്ര വേണ്ട എന്നുള്ളതിൻ്റെ യന്ത്രങ്ങളുടെ ഉപയോഗം, കീടനാശിനി, പിന്നെ ജൈവപരമായിട്ടുള്ള കൃഷി രീതിയിലേക്ക് മാറുന്നത്. അപ്പം നമുക്കൊക്കെ അറിയാമെന്നൊക്കെ നേരത്തെ ചെയ്തതാണ്, അറിയാമെന്നുള്ളതൊക്കെ ഒരു തോന്നലുണ്ടെങ്കിലും അറിവിൻ്റെ ലോകം എന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ കൂടുതൽ അറിയുന്നത് നല്ലതാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയത് നിങ്ങൾ പറഞ്ഞ സ്ത്രീകളിലുണ്ടായ മാറ്റത്തെ പറ്റിയാണ്. അതിപ്പോൾ സുനിത പറഞ്ഞ ടെക്നിക്കായാലും ശരി, മറ്റ് തരത്തിലുള്ള സമൂഹത്തിൽ നേരത്തെ രമ പറഞ്ഞല്ലോ സമൂഹം എങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആ വന്നിട്ടുള്ള മാറ്റം. അപ്പം നമ്മളിലുള്ള സ്ത്രീകളിലുള്ള ഒരു ശക്തി തിരിച്ചറിയാനുള്ള ഒരു അവസരം ഒരുക്കി തരുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു സംവിധാനം കുടുംബശ്രീ എന്നുള്ളത്. അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഇവിടെ പറഞ്ഞതിൽ നിന്നും ഈ തന്ന റിപ്പോർട്ടിൽ നിന്നും ഒക്കെ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും SC വിഭാഗങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ഉണ്ടാക്കുന്നതും അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിലും. നേരത്തെ ബാങ്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, കടം തരാൻ മടിച്ചു നിന്ന ബാങ്കുകൾക്കൊരു മറുപടി എന്നോണം വളരെ വേഗം അത് തിരിച്ചടച്ച് അവരുടെ ആ അർഹതയെ ഒന്നുകൂടി ഉറപ്പിക്കുന്ന തരത്തിൽ, അതാണ് അതിൻ്റെ ഉത്തരം. വലിയൊരു മാതൃക ആണ് അത്. അങ്ങനെയുള്ളൊരു കാലഘട്ടം കൂടി വരണം. പിന്നെ നമുക്ക് വേർതിരിവില്ലാത്തൊരു ഇത് വരും. എല്ലാവരും 2 ജാതി ഉണ്ടാവുള്ളൂ, ഒന്ന് സ്ത്രീയും ഒന്ന് പുരുഷനും. പക്ഷെ അവർ തമ്മിൽ വലിയ പ്രശ്നമാണെന്നാണ് നിങ്ങൾ പറയുന്നത് വീട്ടിൻ്റെ ഉള്ളിലൊക്കെ. അത് പറയുന്നതിൽ ഒരു വലിയ സത്യം കൂടിയുണ്ട് എന്നും കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് 25-ൽ 18. മിനി മാം, എത്ര മാർക്കാണ് ആലത്തൂർ? ആലത്തൂർ വളരെ ആവേശകരമായ ഒരുപാട് കഥകൾ ഞങ്ങളോട് പറഞ്ഞു. ഒരു സമൂഹം മാറുന്നതിൻ്റെ ഒരു ചിത്രം നിങ്ങൾ വളരെ മനോഹരമായി ഞങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പൊതുവിൽ സമൂഹവും സ്ത്രീകളൊരു വിഭാഗം എന്ന നിലയിൽ മാറുന്നതിൻ്റെ ഒരു ചിത്രമാണ് ആലത്തൂർ നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ഇപ്പോൾ മാധവി അമ്മ പറഞ്ഞതുപോലെ എങ്ങനെയാണ് തൊഴിലും കൂലിയും മനുഷ്യൻ്റെ അന്തസ്സും മാറിയത്, അതിനെക്കുറിച്ച് പറഞ്ഞു. മുമ്പിലെ പോലെയല്ല ഇപ്പോൾ തൊഴിലാളി മുതലാളിയായിട്ടുള്ള വ്യത്യാസങ്ങളിലുള്ള വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ ഭൂമിയുടെ ഉപയോഗത്തിൽ വന്നിട്ടുള്ള മാറ്റം, ഒരു കാലത്ത് ഇല്ലാതായിക്കൊണ്ടിരുന്ന കൃഷിയെ നിങ്ങൾ തിരിച്ചു പിടിച്ചതിൻ്റെ ഒരു കഥ, അതുപോലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെയെല്ലാം നമുക്ക് നേരിടാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാട്, തോറ്റു മടങ്ങൂല എന്നുള്ള ഒരു തീരുമാനം, അങ്ങനെ പല രീതിയിലും വളരെ ആവേശകരമായിരുന്നു ആലത്തൂരിൻ്റെ കഥകൾ. ആലത്തൂരിന് ഞാൻ നൽകുന്നത് 25-ൽ 18 മാർക്ക്. 25-ൽ 18 മാർക്ക്. ഇന്ദു മാം, എത്ര മാർക്കാണ് ഇവർക്ക് കൊടുക്കുന്നത്? ഒന്ന്, ഈ ഖരമാലിന്യ നിർമ്മാർജ്ജനത്തിൽ പഞ്ചായത്തിനോട് തോൾ ചേർന്നുള്ള പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി എനിക്ക് തോന്നുന്ന സ്ത്രീ സൗഹൃദ, അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ കുറച്ചുകൂടി നമ്മൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് തീർച്ചയായിട്ടും അത് ചെയ്യും. പഞ്ചായത്ത് ചെയ്യുന്ന പ്രവർത്തനത്തെ കുറച്ച് കാണുകയല്ല, വളരെ മാതൃകാപരമായിട്ട്, കാരണം അത് ഒരു അടിസ്ഥാന കർത്തവ്യം എന്ന നിലയിൽ അത് ഏറ്റെടുക്കുകയും അതിനോട് കുടുംബശ്രീ യോജിച്ച് അതിൻ്റെ ഒരു തൊഴിലിൻ്റെ മഹത്വം അംഗീകരിച്ച് അതൊക്കെ ചെയ്യുന്നതെല്ലാം വളരെ ശ്ലാഘനീയമാണ്. പക്ഷെ കുറച്ചുകൂടി അതിൻ്റെ തൊഴിൽ ഇടത്തെ സൗകര്യങ്ങൾ, അങ്ങനെ കുറേ അവകാശങ്ങളും കൂടെ ഉണ്ട് അത് ചെയ്യുന്നവരുടെ, അതുകൂടി അഡ്രസ്സ് ചെയ്യുക. പിന്നെ എല്ലാ മേഖലകളിലും പുരോഗതിയുണ്ട്. കൃഷി, ആട് വളർത്തലെല്ലാം ഉണ്ട്. ഇതോടൊപ്പം തന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, അപ്പം അത് രമയാണെങ്കിലും അംബികയാണെങ്കിലും സുനിതയാണെങ്കിലും എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു ധൈര്യവും
തൻ്റെ ഇടവും മുന്നോട്ടുള്ള ഒരു ലക്ഷ്യവും, രമ പറഞ്ഞു ലക്ഷ്യം മാത്രമേ മുന്നിൽ കാണുന്നുള്ളൂ എന്നുള്ളത്, അതൊക്കെ വളരെ നല്ല ഒരു ദിശാ സൂചികയാണ്. 25-ൽ 18 മാർക്ക്. 25-ൽ 18 മാർക്ക്. എലിയ മാം, എത്ര മാർക്കാണ് ഇവർക്ക്? നേരത്തെ ഇവർ പറഞ്ഞതുപോലെ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ആലത്തൂർ ഗ്രാമപഞ്ചായത്തിലെ CDS നടത്തുന്നത്. ഞങ്ങൾ കാണിച്ച 3 പദ്ധതികളും വളരെ നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണ രംഗത്തും കുറേയേറെ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നിങ്ങളുടെ സംഭാഷണങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. അപ്പം ഞാൻ 15-ൽ 13 മാർക്ക്. കുട്ടപ്പൻ സർ, 10-ൽ എത്ര മാർക്കാണ് ആലത്തൂരിന് നൽകുന്നത്? ഞാൻ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഒട്ടും തന്നെ ലാഭേച്ഛ പ്രതീക്ഷിക്കാതെ സ്വന്തം അധ്വാന ഫലത്തിൽ സംതൃപ്തി കണ്ടെത്തുന്ന കുടുംബശ്രീയുടെ പ്രവർത്തകരെന്ന നിലയ്ക്ക് നിങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ തരയില്ല. മറ്റൊന്ന്, ശരിക്കും ഇപ്പോൾ നിലവിലുള്ള സംരംഭങ്ങൾ കൊണ്ട് നിങ്ങൾ സംതൃപ്തരാണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? മുഖ്യധാരയുടെ ഭാഗമായിരിക്കുന്ന ആളുകൾ പണ്ട് നമ്മൾ എങ്ങനെ നമ്മുടെ അധ്വാനം ലഘൂകരിക്കാം എന്ന ചിന്തയുടെ ഭാഗമായിട്ട് മെക്കനൈസേഷൻ കടന്നു വന്നു. ഇപ്പോൾ എങ്ങനെ പണിയെടുക്കാതെ പണം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന സമൂഹമാണ് ഇന്ന് മുഖ്യധാരയുടെ വക്താക്കളായി വിഹരിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അധ്വാനം കൊണ്ട് ഇന്നിപ്പോൾ ഒരു ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് ഒരു ദിവസം പണിയെടുത്താൽ 700, 800, 900, 1000, 1500 വരെ ഡെയിലി വേജ് കിട്ടുന്ന തൊഴിലാളികളുണ്ട്. ഇപ്പോൾ തേപ്പ് പണി, ഡിസൈൻ വർക്ക്, അതായത് ഈ സിമെൻറ്റിൻ്റെ ഡിസൈൻ വർക്ക്, ടൈൽ വർക്ക്, അതിനൊക്കെ 1000-ന് മുകളിലാണ് ഡെയിലി വേജ്. അവിടെ നിങ്ങൾ ഒരു 250 പോലും തികയ്ക്കാൻ കഴിയാതെ അതിന് താഴെ ചുരുങ്ങിയ വരുമാനം കൊണ്ട് സംതൃപ്തി കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു വലിയൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗം കൂടിയാണ്. പിന്നെ ഇവിടെ ഞാൻ വായിച്ചായിരുന്നു, കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ ജനാധിപത്യ രീതിയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച 8 കുടുംബശ്രീ അംഗങ്ങളുണ്ട്. അത് നിങ്ങളുടെ ഈ കുടുംബശ്രീ കൂട്ടായ്മയിൽ നിന്നുണ്ടായ ഒരു വലിയ നേട്ടം തന്നെയാണ്. പിന്നെ മരണ വീടുകളിൽ ആഹാരം തയ്യാറാക്കി നൽകുക, കല്യാണം, ചികിത്സ, പഠനം എന്നിവയ്ക്ക് കുടുംബശ്രീ ഫണ്ടിൽ നിന്ന് ധനസഹായം. പണ്ട് നമ്മൾ കിണർ തേകാനായിട്ടും വീട് കെട്ടിമേയാൻ ഓണക്കാലം വരുമ്പോൾ ഇടവഴിയും പെരുവഴിയും ചെത്തി വെടിപ്പാക്കാൻ ഇതൊന്നും പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ജോലിയായിരുന്നില്ല. അതിനൊന്നും കൂലിയില്ലായിരുന്നു. അത് കൂട്ടായ്മയുടെ ഒരു പ്രതിഫലനങ്ങളായിരുന്നു. അപ്പോൾ അത്തരം മണ്ണുമര്യാദയിൽ അധിഷ്ഠിതമായ നന്മകളെ തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പോൾ ആ മോൻ്റെ വർത്തമാനത്തിൽ എനിക്ക് ഒത്തിരി അഭിമാനം തോന്നി. നിങ്ങളുടെ ആ ഒരു കുട്ടിക്കൂട്ടായ്മ, മുത്തശ്ശിക്കൂട്ടം, അത് നിങ്ങൾ അത് കളഞ്ഞു കുളിക്കരുത്. അതിന് ഒരു വലിയ ഒരു നന്മയുണ്ട് അതിൻ്റെ പിന്നിൽ. കാരണം നമ്മളിന്ന് നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിൻ്റെ നേർമര്യാദ അതിലുണ്ട്. ഈ ജീവപ്രപഞ്ചത്തിൻ്റെ പൊരുളും പടുതിയും അതിലുണ്ട്. അത് അവരിൽ നിന്നല്ലാതെ നമുക്ക് കിട്ടില്ല. നമ്മുടെ മൺമറഞ്ഞു പോയ തലമുറകൾ നമുക്കായിട്ട് എന്തെങ്കിലും അവശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഇന്ന് ജീവിച്ചിരിക്കുന്ന മുത്തശ്ശന്മാരിൽ നിന്നും മുത്തശ്ശിമാരിൽ നിന്നും അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും മാത്രമേ അത് കിട്ടുകയുള്ളൂ. അത് എടുത്ത് പറയാതിരിക്കാൻ തരയില്ല. ഇതിൽ നിങ്ങളുടെ ഈ സംരംഭത്തിന് എല്ലാവിധമായ ആശംസകളും വിജയങ്ങളും നേർന്നുകൊണ്ട് 10-ൽ 8 മാർക്ക്. ആലത്തൂരിന്റെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ജഡ്ജസ് നൽകിയിരിക്കുന്ന ആകെ മാർക്ക് അറിയാം. 100-ൽ 75. വേനലും വരൾച്ചയും സൂര്യാഘാതവും പേറി വരണ്ടുണങ്ങിയ അംഗരാജ്യത്ത് മുനികുമാരനെ കൊണ്ടുവന്ന് മഴ പെയ്യിച്ച വൈശാലിയുടെ കഥ പറയുന്ന ഒരു ചലച്ചിത്രമുണ്ട് മലയാളത്തിൽ. ഭരതൻ സംവിധാനം ചെയ്ത വൈശാലി. പാലക്കാടൻ ഊഷരഭൂമിയിൽ വികസനത്തിന്റെ പേമാരി പെയ്യിച്ച കുടുംബിനികളുടെ കഥയാണ് നമ്മൾ കേട്ടത്.
അംഗരാജ്യങ്ങളിൽ മഴ പെയ്യിക്കാൻ ഇനിയും വൈശാലിമാരെത്തും. വീണ്ടും കാണാം മറ്റൊരു അധ്യായത്തിലൂടെ. നന്ദി, നമസ്കാരം. എല്ലാരും ചൊല്ലണ, നാട്ടാരും ചൊല്ലണ, കുടുംബശ്രീ വേണമെന്ന് ഞങ്ങൾക്ക്, കുടുംബശ്രീ വേണമെന്ന്. സമ്പാദ്യം നേടണം, തൊഴിലൊന്നെടുക്കണം, സ്ത്രീ ശാക്തീകരണം നേടിയിടണം. എല്ലാരും ചൊല്ലണ, കുടുംബശ്രീ വേണമെന്ന്. പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം. മാറി വരും ഒരു മൂല്യ സംക്രമരാശി വിടരുകയാ.